കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അക്കാഡമിക് ഇയറിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും എന്ന വിഷയമാണ്. ദ ബുക്ക് ഓഫ് ഡാനിയേൽ ആൻഡ് ദ ബുക്ക് ഓഫ് റെവലേഷൻ. പഴയ നിയമത്തിൽ വിലാപങ്ങളുടെ പുസ്തകങ്ങൾ ഉൾപ്പെടെ 17 പ്രവചന ഗ്രന്ഥങ്ങളുണ്ട്. 17 പ്രവചന ഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ വിലാപങ്ങളുടെ പുസ്തകം പലപ്പോഴും കാവ്യ പുസ്തകങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്താറുള്ളത്. യെശയ്യാവ് മുതൽ മലാക്കി വരെ 17 പുസ്തകങ്ങളാണുള്ളത്. പുതിയ നിയമത്തിൽ ഒരൊറ്റ പ്രവചന പുസ്തകമേ ഉള്ളൂ. അതാണ് വെളിപ്പാട് പുസ്തകം. ദാനിയേൽ പ്രവചനത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് പഠിക്കാം. നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് ബൈബിളിലുള്ള സകല പ്രവചന വിഷയങ്ങളുടെയും താക്കോൽ എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനം. ദ കീ ഓഫ് ഓൾ പ്രൊഫസീസ്. സകല പ്രവചനങ്ങളുടെയും താക്കോൽ. നമുക്കറിയാം, താക്കോൽ ഉണ്ടെങ്കിൽ മാത്രമേ പലതും നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. ബൈബിളിലെ പ്രവചനങ്ങൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ ദാനിയേൽ പ്രവചനം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കും. If you study the book of Revelation, you must go through the book of Daniel. വെളിപ്പാട് പുസ്തകം പഠിക്കണമെങ്കിൽ നമ്മൾ ദാനിയേൽ പ്രവചനം നമ്മള് മനസ്സിലാക്കുവാൻ ശ്രദ്ധിക്കണം. ദാനിയേൽ പ്രവചനം പഠിക്കാതെ വെളിപ്പാട് പുസ്തകം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. നമുക്കറിയാം, 12 ചെറിയ പ്രവാചകന്മാരും 4 വലിയ പ്രവാചകന്മാരുമാണ് പഴയ നിയമത്തിലുള്ളത്. ഹോശയ മുതൽ മലാക്കി വരെ 12 ചെറിയ പ്രവാചകന്മാരാണ്. എന്നാൽ യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ടവരാണ്. അന്നേരം ദാനിയേൽ വൺ ഓഫ് ദ മേജർ പ്രോഫറ്റ്സ്, വലിയ പ്രവാചകന്മാരിൽ ഒരുവനായിരുന്നു ദാനിയേൽ. ഈ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും കമ്പാനിയൻസ് ആണ്. ടിൻസ് ആണ് അവർ. ദാനിയേൽ പ്രവചനത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളും വെളിപ്പാട് പുസ്തകത്തിൽ കാണാം. വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരുപാട് കാര്യങ്ങളുടെ സോഴ്സ് നമുക്ക് കാണുന്നത് ദാനിയേൽ പ്രവചനത്തിലാണ്. There are 12 chapters in the book of Daniel. ദാനിയേൽ പ്രവചനം 12 അധ്യായങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ്. ഈ 12 അധ്യായങ്ങളുള്ള ഈ ദാനിയേൽ പ്രവചനത്തെ നമുക്ക് പൊതുവെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. We can divide the book of Daniel into 2 parts. 2 ഭാഗമായിട്ട് നമുക്ക് തരംതിരിക്കാം. ആദ്യത്തെ 6 അധ്യായങ്ങൾ
ചരിത്രപരമായ കാര്യങ്ങളാണ്, നറേറ്റീവ്. 1-ാം അധ്യായത്തിൽ നമുക്കറിയാം ദാനിയേല് ഭക്ഷണകാര്യങ്ങൾ വേർപാട് പാലിക്കുന്നു. 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് സ്വപ്നം കാണുന്നു. 3-ാം അധ്യായത്തിൽ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാത്തതുകൊണ്ട് തീച്ചൂളയിൽ വീഴുന്നു. 4-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവിന്റെ പതനം. 5-ാം അധ്യായത്തിൽ ബെൽസസ്സർ രാജാവ് 1000 പേർക്ക് വിരുന്നൊരുക്കുന്നു. 6-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രവാചകനെ സിംഹക്കുഴിയിൽ ഇടുന്നു. അങ്ങനെ ചരിത്രപരമായ ദാനിയേൽ പ്രവാചകന്റെയും കൂട്ടുകാരുടെയും നെബൂഖദ്നേസർ രാജാവിനും ബെൽസസ്സർ രാജാവിന്റെയും ഒക്കെ ഹിസ്റ്ററി, കുറച്ച് ഈവൻസ് നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്നാൽ 7-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെ സംഭവങ്ങൾ മാറുകയാണ്. എസ്കോറ്റോളജിക്കൽ തിങ്സ് ആണ്. ഭാവികാല സംഭവങ്ങളെ കുറിച്ചുള്ള ദർശനങ്ങള്, അതുപോലെ പ്രവചനങ്ങള്, വ്യാഖ്യാനങ്ങൾ. അങ്ങനെ 7-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെ നമ്മൾ കടന്നു വരികയാണെങ്കിൽ വിഷൻസ്, പ്രൊഫസീസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ കാണുന്ന ദർശനങ്ങള്, പിന്നെ ദാനിയേൽ കാണുന്ന ദർശനങ്ങള്, പിന്നെ അതിന്റെ വ്യാഖ്യാനങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് 7 മുതൽ 12 വരെയുള്ള അധ്യായം. ദാനിയേൽ പ്രവചനത്തിന്റെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് യഹൂദ ബാലന്മാർ തീക്കകത്ത് വീണതോ, ദാനിയേൽ സിംഹക്കുഴിയിൽ വീണതോ, ഇതൊന്നുമല്ല ദാനിയേൽ പ്രവചനത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ. ദൈവത്തിന്റെ പരമാധികാരം, ഗാഡ്സ് സോവറിനിറ്റി, ദൈവത്തിന്റെ പരമാധികാരം, അതുപോലെ ദൈവത്തിന്റെ നിത്യരാജ്യം, ഗോഡ്സ് എറ്റേണൽ കിങ്ഡം. ദാനിയേൽ പ്രവചനത്തിലെ തീം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരമാധികാരവും ദൈവത്തിന്റെ നിത്യരാജ്യവും. എന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ പരമാധികാരം എന്നൊന്ന് പറഞ്ഞേ. ദൈവത്തിന്റെ പരമാധികാരം, ദൈവത്തിന്റെ നിത്യരാജ്യം. ആമേൻ, സ്തോത്രം. നമ്മളൊക്കെ ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ കീഴിലാണ്. ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. 2 വാക്യങ്ങൾ, 2 വേദഭാഗങ്ങൾ വായിക്കണം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 20 മുതൽ 22 വരെ. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 20 മുതൽ 22 വരെ ഒന്ന് വായിക്കുക. ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. What did you understand from this passage? ഈ ഭാഗത്ത് എന്ത് മനസ്സിലായി? ദൈവത്തിന്റെ പരമാധികാരം മനസ്സിലായോ? രാജാക്കന്മാരെ നീക്കുന്നത്, നിയമിക്കുന്നത് ദൈവം. കാലങ്ങൾ, ജ്ഞാനം തരുന്നത്, സകലവും കൺട്രോൾ ചെയ്യുന്നത് ദൈവമാണ്. ഇങ്ങനാണെങ്കിൽ ഇന്ന് ഈ ക്ലാസ് നടക്കുമ്പോൾ നമ്മയും നമുക്കുള്ളതിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന് മഹത്വം കൊടുത്തേ. ദാനിയേൽ 2-ാം അധ്യായം 44-ാം വാക്യം കൂടെ വായിക്കാം. ദാനിയേൽ 2:44. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജത്വം സ്ഥാപിക്കും. ആ രാജത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത്
നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ആമേൻ. രണ്ടാമത്തെ ഭാഗം ദൈവത്തിന്റെ നിത്യരാജ്യമാണ്. ദൈവത്തിന്റെ പരമാധികാരവും ദൈവത്തിന്റെ നിത്യരാജ്യവും നിറഞ്ഞു നിൽക്കുന്ന പ്രവചന ഭാഗങ്ങളാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലോകത്തിൽ 4 വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാന്ന് പറയാമോ? ബാബിലോൺ സാമ്രാജ്യം, ഒന്ന് ബാബിലോണിയ സാമ്രാജ്യം. അതൊക്കെ നമുക്ക് പിന്നെ അതിന്റെ തുടക്കം ഒടുക്കം എല്ലാം പഠിക്കാം. പക്ഷെ ഇപ്പൊ ഇത്ര അറിഞ്ഞിരിക്കുക, ലോകത്തിൽ 4 വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നമ്പർ 1 ബാബിലോൺ, സെക്കൻഡ് 1 മെഡോ പേർഷ്യ, മേദ്യ പേർഷ്യ, തേർഡ് 1 ഗ്രീസ് അല്ലെങ്കിൽ യവനായ സാമ്രാജ്യം, ഫോർത്ത് 1 റോം. 4 ലോകത്തിൽ ഉണ്ടായിരുന്ന, ഇപ്പോഴില്ല കേട്ടോ, ലോകത്തിൽ ഉണ്ടായിരുന്ന 4 സാമ്രാജ്യങ്ങൾ ഏതൊക്കെയാ എന്ന് പറഞ്ഞേ? മേദ്യ പേർഷ്യ, ഫ്രോം ദ ബിഗിനിങ്. സാമ്രാജ്യം, ബാബിലോണിയ സാമ്രാജ്യം, പേർഷ്യ, ഗ്രീസ്, യവനായ സാമ്രാജ്യം. അതെ. അന്നേരം ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീസ്, റോം. ഗ്രീസിനെയാണ് യവനായ സാമ്രാജ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ ഈ സാമ്രാജ്യങ്ങളായിരുന്നു ലോകത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ സാമ്രാജ്യങ്ങളൊക്കെ ഏകാധിപത്യ ഭരണമായിരുന്നു, ഓട്ടോക്രസി. ഓരോ വ്യക്തിയുടെ കീഴിൽ ഭരിക്കപ്പെടുകയായി. ഇന്ന് ലോകത്തിൽ ഭരണങ്ങളെല്ലാം മാറുകയാണ്. ഒരു കാലത്ത് ലോകം മുഴുവൻ രാജാക്കന്മാരും ചക്രവർത്തിമാരുമായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഇന്ത്യയൊക്കെ രാജ്യഭരണത്തിന്റെ കീഴിലായിരുന്നു. ഇപ്പോൾ അതെല്ലാം ജനാധിപത്യ ഭരണത്തിലേക്ക് മാറി. ഇപ്പം കൂടുതലും ജനാധിപത്യ ഭരണമാണ് നടക്കുന്നത്. നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഏകാധിപത്യ ഭരണത്തിനോ ജനാധിപത്യ ഭരണത്തിനോ അല്ല നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മൾ കാത്തിരിക്കുന്നത് ഒരു തിയോക്രസിക്ക് വേണ്ടിയാണ്. ദൈവാധിപത്യമുള്ള രാജ്യത്തിൽ നമ്മൾ പാർക്കണം, ദൈവം നമ്മെ ഭരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെയിറ്റ് ചെയ്യുന്നത്. യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. യെശയ്യാപ്രവചനം 32:1 ഒന്ന് വായിക്കാമോ? യെശയ്യാ 32:1. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. A king shall reign in righteousness. ഒരു രാജാവ് നീതിയോടെ വാഴും. ഭൂമിയിൽ ഭരിച്ചിട്ടുള്ള ഭരണാധികാരികൾക്കൊന്നും നീതിയോടെ ഭരിക്കാൻ കഴിഞ്ഞില്ല. അവരൊക്കെ ഭൂമിയിൽ നിന്നുള്ളവരാണ്. പാപം അറിഞ്ഞിട്ടില്ലാത്ത, പാപം ചെയ്യാത്ത, വഞ്ചനയില്ലാത്ത യേശുവിന് മാത്രമേ ലോകത്തിൽ നീതിയോടെ ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയും. ആ ഭരണത്തിന്റെ കീഴിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ടായിരിക്കുമെന്ന് ഈ കർത്താവിൽ ഞാൻ പ്രതീക്ഷിക്കുക. ദൈവം സ്ഥാപിക്കുന്ന ആ ഭരണത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് ധൈര്യമുള്ളവര്
നിങ്ങളുടെ കരം ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. Hallelujah. Praise the Lord. Amen. It may happen soon. ഇത് വളരെ വേഗത്തിൽ സംഭവിക്കും. അതിന്റെ ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ നാട്ടിൽ ഒരു പരിധി വരെ സമാധാനത്തോടൊക്കെ പാർക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യങ്ങൾ വിലയിരുത്തി ഗൾഫ് നാടുകളിലൊക്കെ പാർക്കുന്നത് ഞങ്ങൾ വളരെ ഭയത്തോടാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകം ഈ ഗൾഫ് നാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. യുദ്ധമൊന്നും ഒരു ശാശ്വത പരിഹാരമല്ലല്ലോ. ആമേ. മറ്റ് പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ദൈവിക പദ്ധതികളിലെ അത്ഭുത വിഷയങ്ങൾ ദൈവം തന്റെ പ്രിയ പുരുഷനായ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തു. മറ്റ് പ്രവാചകന്മാർക്കൊക്കെ കൊടുത്തതുപോലുള്ള വെളിപ്പാടല്ല ദൈവം ദാനിയേലിന് കൊടുത്തത്. ദൈവിക പദ്ധതിയുടെ മാർമിക വിഷയങ്ങളെല്ലാം ഒരു പരിധിവരെ ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീർന്നു. ആമേൻ. ദാനിയേലിനെ അറിയപ്പെട്ടിരുന്നത് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേൽ എന്നാണ്. മോസ്റ്റ് ബിലവഡ് ദാനിയേൽ. ഞാൻ ഈ വൈകവേളയിൽ ദൈവാത്മാവിൽ ഒരു ആലോചന പറയാം. If you are a beloved of God, some hidden things will be revealed to you. നീ ദൈവത്തിന്റെ പ്രിയ പുരുഷനാണെങ്കിൽ, നീ ദൈവത്തിന്റെ പ്രിയ മകളാണെങ്കിൽ, ചില മാർമികമായ കാര്യങ്ങൾ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. രാത്രിയിൽ ആലോചനയിൽ വലിയവനെയാണ് നാം ആരാധിക്കുന്നത്. പ്രവൃത്തിയിൽ ശക്തിമാനെയാണ് നാം ആരാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. നോക്കണം, ഡാനിയേൽ, he was born in a royal family. അദ്ദേഹം ഒരു രാജകുടുംബത്തിൽ ജനിക്കപ്പെട്ടവനാണ്. ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് താൻ ഏതാണ്ട് തന്റെ ടീനേജ് വരെ താൻ യഹൂദയിൽ പാർത്തൊരു മനുഷ്യനാണ്. റോയൽ ഫാമിലിയിൽപ്പെട്ടവനാണ് ദാനിയേൽ. അന്നേരം യഹൂദ സംസ്കാരത്തിൽ നിന്നും ബാബിലോണിയ സംസ്കാരത്തിലേക്ക് പറിച്ചു നടപ്പെട്ടവനായിരുന്നു ഈ ദാനിയേൽ. നാം ദാനിയേലിന്റെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ താനൊരു നല്ല ആത്മീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണെന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചിലരുടെ ബിഹേവിയറും നേച്ചറും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും എങ്ങനെയുള്ള കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ലേ? താൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് താൻ യഹൂദയിൽ നിന്ന് ബാബിലോണിലേക്ക് പോയപ്പോ ആ അന്യദേശത്ത്
ദൈവത്തോടുള്ള തന്റെ ഭക്തിയിൽ നിന്ന് താൻ അണു ഇട പോലും വ്യതിചലിച്ചില്ല. ഇന്ന് നാട്ടിൽ മാതാപിതാക്കളെ പേടിച്ച് സഭായുഗത്തിന് വരുന്നവരുണ്ട്, പാസ്റ്ററെ പേടിച്ച് ആരാധനയ്ക്ക് വരുന്നവരുണ്ട്, സ്നേഹിതരൊക്കെ കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ ഞാൻ തന്നെ വീട്ടിലിരുന്നാൽ ശരിയാകുകയില്ലല്ലോ എന്നുള്ള ചിന്തയിൽ കൂട്ടായ്മയ്ക്ക് വരുന്നവരുണ്ട്. എന്നാൽ ആരും കൺട്രോൾ ചെയ്യാനില്ലാതിരുന്നപ്പോൾ, ആരും തന്റെ ആത്മീയ ജീവിതത്തെ കാണാനില്ലാതിരുന്നപ്പോ, താൻ അറിഞ്ഞ സത്യത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ട് പോയില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അവൻ അത് വിട്ടുമാറുകയില്ല. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും നിന്റെ മാതാപിതാക്കൾ അടുത്തില്ലാതിരിക്കാം, പാസ്റ്റർ അടുത്തില്ലാതിരിക്കാം, നിന്നെ കൺട്രോൾ ചെയ്യാൻ മറ്റാരും നിന്റെ കൂടെ കാണണമെന്നില്ല. അവിടെ നീ എങ്ങനെ ജീവിക്കുന്നു, അതാണ് നീ യഥാർത്ഥ മനുഷ്യൻ. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച മറ്റൊരു വിഷയം, തന്റെ തീരുമാനം ഭയങ്കര വലുതായിരുന്നു. ഒരു യഹൂദൻ എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് തനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. He kept the dietary laws. ഭക്ഷണകാര്യങ്ങളെ കുറിച്ചുള്ള നിയമം തനിക്കറിയാമായിരുന്നു. ദാനിയേൽ പറയുകയാണ്, രാജാവിന്റെ ഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല എന്ന് താൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ചിലർ പുറമെയൊക്കെ തീരുമാനം എടുക്കും, ഹൃദയത്തിൽ കാണാത്തത് കൊണ്ട് ആ തീരുമാനം മാറിപ്പോകും. കഴിഞ്ഞ ഡിസംബർ 31 അത്ര തീരുമാനങ്ങൾ എടുത്തവരെ അതിനകത്തിരിക്കുന്നത്, ഒരെണ്ണമെങ്കിലും പാലിക്കാൻ പറ്റുമോ? കാരണം ഹൃദയത്തിൽ നിന്നുള്ള തീരുമാനം ഉണ്ടെങ്കിൽ അത് പാലിക്കപ്പെടും, അല്ലെങ്കിൽ ചുമ്മാത് പാസ്റ്റേ സഭക്കാരെയും വീട്ടുകാരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വലിയ കഥയൊന്നുമില്ല, അല്ലേ? കാരണം നോക്കിക്കേ, ദാനിയേല് ദൈവഭക്തിയിൽ നിന്ന് വ്യതിചലിച്ചില്ല. 2, താൻ എന്ത് കഴിക്കണം, അല്ലെങ്കിൽ തന്റെ ഫുഡ് എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു വ്യക്തത ഉണ്ടായിരുന്നു. 3, തന്റെ ആരാധന ക്രമത്തിൽ താൻ ഉറച്ചു നിന്നു. 4, താൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, പ്രാർത്ഥന മുടക്കുന്നവനല്ലായിരുന്നു. 5, ദാനിയേൽ ഉപവസിക്കുന്നവനായിരുന്നു. 6, സാഹചര്യം അനുകൂലമല്ലാത്ത രാജ്യത്ത് ഹി മെയിൻറ്റൈൻഡ് ദീസ് തിങ്സ്. ഈ കാര്യങ്ങളെല്ലാം താൻ എന്ത് ചെയ്തു? ദൈവനാമത്തിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുവാനിടയായി തീർന്നു. മനസ്സിലായോ? തരം ദൈവഭക്തി ദാനിയേലിനുണ്ടായിരുന്നു. ഏതെല്ലാം കാര്യങ്ങളിൽ താൻ വേർപാട് പാലിക്കണമെന്നുള്ളതിനെ കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. എങ്ങനെ ആരാധിക്കണമെന്നുള്ളതിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. പ്രാർത്ഥിക്കണമെന്നും ഉപവസിക്കണമെന്നുമുള്ള താല്പര്യമുണ്ടായിരുന്നു. വെറുതെ അങ്ങ് പ്രിയപുരുഷനായതല്ല കേട്ടോ. ഒറ്റച്ചാട്ടത്തിന് പ്രിയപുരുഷനായതല്ല. പ്രിയപുരുഷനാകാൻ തന്റെ ജീവിതം അങ്ങനെ ആയിരുന്നു. ദാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ?
ദാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദാനിയേൽ മീൻസ് God is my judge. ദൈവം എന്റെ ന്യായാധിപൻ. ആരെല്ലാം നിനക്കെതിരെ കള്ളക്കേസ് കൊടുത്താലും, ആരെല്ലാം നിനക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞാലും, രാത്രിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവമാണ് നിന്റെ ന്യായാധിപൻ. ഉന്നതിന് മീതേ ഒരു അത്യുന്നതനുണ്ട്. ഇത്ര നല്ല ഒരു ന്യായാധിപനെ നമുക്ക് സേവിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്, അല്ലേ? ഒരു ഹല്ലേലൂയ പറയാമോ? Praise the Lord. പ്രവാചകന്മാരുടെ കാലഘട്ടത്തെ നമുക്ക് മൂന്നായി തരംതിരിച്ച് പഠിക്കാം. ഞാൻ ചില ഇൻട്രഡക്ഷൻസ് തരികയാണ്, പിന്നെ നമുക്ക് അതിന്റെ ആഴങ്ങളൊക്കെ പോകാം. ഒന്ന്, പ്രവാസത്തിന് മുമ്പുള്ള കാലഘട്ടം. അരെ ചാർലി എന്ന് പറഞ്ഞ അദ്ദേഹം ആരാ, പേരെന്തുവാ? ചാർലി എവിടുന്നാ ജോയിൻ? ഓക്കെ, മനസ്സിലായി. ഓക്കെ, അന്നേരം പ്രവാചകന്മാരുടെ കാലഘട്ടത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിച്ച് പഠിക്കാം. ഒന്ന്, പ്രവാസത്തിന് മുമ്പുള്ള കാലഘട്ടം. പ്രവാസം എന്ന് പറഞ്ഞാൽ ബാബിലോണിയ പ്രവാസം പ്രത്യേകം ശ്രദ്ധിച്ചോണം. വേറൊരു പ്രവാസമുണ്ട്, അശൂർ, വടക്കേ രാജ്യം ഇസ്രയേലിന് സംഭവിച്ച പ്രവാസം, അത് വേറെയാ. ബാബിലോണിയ പ്രവാസത്തിന് മുമ്പുള്ള കാലഘട്ടം. രണ്ട്, പ്രവാസകാലത്തുള്ള പ്രവചന കാലഘട്ടം. ചില പ്രവാചകന്മാരെ പ്രവാസത്തിനകത്ത് ബാബിലോണിൽ ശുശ്രൂഷിച്ചു, പ്രവചിച്ചു. മൂന്നാമത്തേത്, പ്രവാസത്തിന് ശേഷം. പ്രവാസത്തിന് ശേഷം ഏറ്റവും അധികം ആളുകൾ പ്രവചിച്ചിരുന്നത് പ്രവാസത്തിന് മുമ്പുള്ള കാലഘട്ടമായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, യെശയ്യാവ് മുതൽ മലാക്കി വരെ 16 വലിയ ചെറിയ പ്രവാചകന്മാര് പ്രവചിച്ചിരുന്നു. എന്നാൽ ആരൊക്കെയാണ് ഈ പ്രവാസ കാലത്തിന് മുമ്പും പ്രവാസ കാലഘട്ടത്തിലും പ്രവാസകാലത്തിന് ശേഷവും? യഹൂദജനത്തിന്റെ പ്രവാസകാലം എത്ര വർഷമായിരുന്നു അറിയാമോ? 70 വർഷം. 70 വർഷം. അന്നേരം നമ്മൾ പ്രവാസത്തിന് മുമ്പ് പ്രവചിച്ചവരാരാണെന്ന് തപ്പിപ്പോകാൻ സമയം എടുക്കുന്നതിനേക്കാൾ അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ഒറ്റ വഴിയുള്ളൂ.
പ്രവാസകാലത്ത് പ്രവചിച്ച പ്രവാചകന്മാർ രണ്ടുപേരാ. ഒന്ന് യെഹെസ്കേൽ, പ്രവാസികളോട് പ്രവചിച്ചു. യെഹെസ്കേലും രണ്ട് ദാനിയേൽ. അങ്ങനെ യെഹെസ്കേലും ദാനിയേലും പ്രവാസ കാലഘട്ടത്തിൽ പ്രവചിച്ചവരാണ്. പ്രവാസത്തിന് ശേഷം പ്രവചിച്ചവരാരാ? പ്രവാസത്തിൽ അവർ ബാബിലോണിൽ നിന്ന് യെരൂശലേമിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരാണ് ഹഗ്ഗായി, സക്കറിയാവ്, മലാക്കി. അന്നേരം രണ്ടുപേര് പ്രവാസ കാലഘട്ടത്തിലും 3 പേര് പ്രവാസത്തിന് ശേഷവും. അന്നേരം 3ഉം 2ഉം 5. ബാക്കിയുള്ള പ്രവാചകന്മാരെല്ലാം യെശയ്യാവും, യിരെമ്യാവ്, ഹോശയ്യ, യോവേൽ, ആമോസ്, ഓബദ്യാവ്, യോന, മീഖ, ഇങ്ങനെയുള്ള പ്രവാചകന്മാരെല്ലാം പ്രവാസത്തിന് മുമ്പ് പ്രവചിച്ചവരാണ്. പിടികിട്ടിയോ? യെസ്. അന്നേരം പരീക്ഷയ്ക്കൊരു ഇത് വന്നാൽ, അല്ലെ നിങ്ങൾ എവിടെയെങ്കിലും, ഞാൻ നിങ്ങളെ അങ്ങനത്തെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും ഇത് മനസ്സിൽ വെച്ചോ. പ്രവാസത്തിന് മുമ്പ് പ്രവചിച്ച പ്രവാചകന്മാർ ആരെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് തപ്പേണ്ട കാര്യമൊന്നുമില്ല. ദാനിയേലും യെഹെസ്കേലും പ്രവാസത്തിനകത്ത് പ്രവചിച്ചു. ഹഗ്ഗായി, സക്കറിയ, മലാക്കി അതിനുശേഷം പ്രവചിച്ചു. അന്നേരം ഈ 5 പേരൊഴിച്ചാലും ബാക്കിയുള്ളവരെല്ലാം എന്താ? പ്രവാസത്തിന് മുമ്പ് പ്രവചിച്ചവരാ. ഈസിയല്ലേ അത് കണ്ടുപിടിക്കാൻ? ആമേൻ. ഈ ദാനിയേൽ പ്രവചനത്തിലെ ഏറ്റവും കാതലായ അധ്യായമാണ് 9-ാം അധ്യായം. അതിന് കീ ചാപ്റ്റർ എന്ന് പറയാം. അതിന്റെ പ്രത്യേകത 70 ആഴ്ചവട്ടത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരധ്യായമാണ്. 70 വീക്സ്. നമുക്കതൊക്കെ ഓരോന്നും പഠിക്കണം. ഓക്കെ. ഈ ദാനിയേൽ പ്രവചനത്തിന്റെ ഒരു 8 പ്രത്യേകതകൾ ഞാൻ പറയാൻ പോകും. എത്ര പ്രത്യേകതകളാ? 4 യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ഈ 4 പ്രവചന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ചെറിയതും എത്ര അധ്യായമുണ്ട്? ദാനിയേൽ പ്രവചനത്തിൽ എത്ര അധ്യായമുണ്ട്? 12. യെശയ്യാ പ്രവചനത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 66. എന്നാലും യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേലൊക്കെ ഒത്തിരി അധ്യായങ്ങളുള്ള പുസ്തകങ്ങളാണ്. എന്നാൽ കേവലം ദാനിയേലിന് മാത്രം 12 അധ്യായങ്ങളേ ഉള്ളൂ. വലിയ പ്രവാചക പുസ്തകങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ചെറിയ പ്രവാചകന്മാരുടെ കാര്യമല്ല പറഞ്ഞത് കേട്ടോ. അന്നേരം 4 വലിയ പ്രവചന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ചെറിയതും സകല പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ അധികമായി വായിക്കുകയും പഠന വിഷയമാക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ദാനിയേൽ പ്രവചനം. യെശയ്യാ പ്രവചനമോ 4 വലിയ പ്രവചന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ചെറുതും സകല പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ
അല്ലെങ്കിൽ സകല പഴയ നിയമ പ്രവചന പുസ്തകങ്ങളെക്കാൾ അധികമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ദാനിയേൽ പ്രവചനം. സങ്കീർത്തന പുസ്തകം പഠിച്ചില്ലെങ്കിലും, പുറപ്പാട് പുസ്തകം പഠിച്ചില്ലെങ്കിലും, യെശയ്യാവിന്റെ പുസ്തകം പഠിച്ചില്ലെങ്കിലും ദാനിയേൽ പ്രവചനം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. രണ്ടാമത്, മറ്റേത് പഴയ നിയമ പുസ്തകങ്ങളെക്കാളും പുതിയ നിയമത്തിൽ അധികം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന പുസ്തകം ദാനിയേൽ പ്രവചനമാണ്. മറ്റേത് പഴയ നിയമ പുസ്തകങ്ങളെക്കാളും പുതിയ നിയമത്തിൽ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന പുസ്തകം ദാനിയേൽ പ്രവചനമാണ്. യേശു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പൗലോസ്, യോഹന്നാൻ അപ്പോസ്തലൻ ഇവരൊക്കെ ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് ഒരുപാട് ഉദ്ധരണികൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ അന്ത്യകാലത്തെ കുറിച്ച് പറയുന്ന പല പുസ്തകങ്ങളുണ്ട്. സക്രിയ പ്രവചനം, യെഹെസ്കേൽ പ്രവചനം, യെശയ്യാവിന്റെ ചില ഭാഗങ്ങളൊക്കെ അന്ത്യകാല കാര്യങ്ങളെ കുറിച്ചുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ എല്ലാം കൂടുതലായി ഭാവികാല സംഭവങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ദാനിയേൽ പ്രവചനം. അതുകൊണ്ട് വേദപണ്ഡിതാക്കന്മാർ ഇതിന് കൊടുത്ത പേരെന്നാന്നറിയാമോ? പഴയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം. പഴയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ എന്നോ പറയും? ദാനിയേൽ പ്രവചനം. ദാനിയേൽ പ്രവചന പുസ്തകം. ബുക്ക് ഓഫ് ഡാനിയേൽ. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് യേശു മശിഹയായി വരും എന്ന ആദ്യ സമയം പ്രസ്താവിച്ച ഒരേ ഒരു പഴയ നിയമ പ്രവാചകനാണ് ദാനിയേൽ. യേശു വരുമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ബൈബിളിന്റെ എല്ലാ പുസ്തകങ്ങളിലും യേശു വരുമെന്ന് പറയും. എന്നാൽ അതിന്റെ സമയം പറഞ്ഞത് ദാനിയേൽ പ്രവാചകനാണ്. നിങ്ങൾ സമയം പോലെ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24 മുതൽ 26 വരെ വായിച്ചു നോക്കിയാൽ മതി. അത് നമ്മൾ പഠിക്കും. 70 വീക്സ് പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാം. ഇനി അഞ്ചാമത്തെ പ്രത്യേകത, ഈ പുസ്തകത്തിൽ ഇതിന്റെ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, മറ്റിതര പുസ്തകങ്ങളൊക്കെ ഗ്രന്ഥകർത്താക്കളെ കുറിച്ച് അധികമൊന്നും പറയാറില്ല. ചില പരാമർശങ്ങളും ചില വിഷയങ്ങളും അങ്ങ് വിടുക. അല്ല, യെരമ്യാവിന്റെ പുസ്തകത്തിൽ യെരമ്യാവിനെ കുറിച്ച് മാത്രം ഒത്തിരി പറയുന്നുണ്ട്. അതുപോലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും ദാനിയേലിനെ കുറിച്ച് അല്ലെങ്കിൽ ദാനിയേൽ പ്രവചനത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഈ ദാനിയേലിനെ കുറിച്ച് അനവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
ഗ്രന്ഥകർത്താവിനെ കുറിച്ച് കൂടുതലായി പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. എത്ര കാര്യം പറഞ്ഞു? 5 കാര്യം പറഞ്ഞല്ലേ? ആറാമത്തേത്, യാതൊരു വ്യക്തതയും ഇല്ലാതെ, ഇപ്പൊ അത് എഴുതണ്ട കേട്ടോ, എഴുതിയ ഇത് നിങ്ങളത് ഞാൻ പറയുന്ന കേൾക്കുക. ഇപ്പൊ ഇത് എഴുതാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആ പോയിന്റ് കിട്ടത്തില്ല. യാതൊരു വ്യക്തതയും ഇല്ലാതെ നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേൽ ജനത്തെ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പിടിച്ചോണ്ട് പോയി. തുടങ്ങുന്നത് BC 605 എത്ര നാൾ അവർ ബാബിലോണിൽ ഇങ്ങനെ അന്യദേശത്ത് പ്രവാസികളായി പാർക്കും എന്നവർക്ക് വ്യക്തതയില്ല, ഒന്നും അറിയത്തില്ല. ജീവിതകാലം മുഴുവൻ ബാബിലോണിൽ പാർക്കുവോ, ഇനി ഒരു തിരിച്ചുവരവില്ലയോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ദാനിയേൽ പ്രവാചകനാണ് യിരെമ്യാ പ്രവാചകന്റെ ചുരുള് വായിച്ച് പ്രവാസകാലം തീരുന്ന കാര്യങ്ങളെ കുറിച്ചൊരു വ്യക്തത വരുത്തിയത്. വായിക്കാം, ആ വാക്യങ്ങളൊന്നും എടുക്കുന്നതിന് കുഴപ്പമില്ല. യിരെമ്യാ പ്രവചനം 25-ാം അധ്യായം അതിന്റെ 11 മുതൽ 16 വരെ. യിരെമ്യാ പ്രവചനം 25-ന്റെ 11 മുതൽ 16 വരെ. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ആ. ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. അന്നേരം യഹൂദജനം പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് യിരെമ്യാവിൽ കൂടെ ദൈവം വാഗ്ദത്തം കൊടുത്തു, എന്റെ ജനം 70 വർഷമേ ബാബിലോണിൽ കാണുകയുള്ളൂ. ഇത് ജനത്തിന് അറിയത്തില്ല, ഇത് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സത്യമാണ്. വായിക്കാം, 29-ന്റെ യിരെമ്യാ പ്രവചനം 29-ന്റെ 7 വായിച്ചേ. ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ. അതിന് നന്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മ ഉണ്ടാകും. ഓക്കെ, ഇനി അതേ അധ്യായത്തിന്റെ 10 മുതൽ 14 വരെ വായിച്ചേ. 10 മുതൽ 14 യഹോവ വരെ. ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ബാബിലോനിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. അത്തരം ദാനിയേൽ പ്രവചനത്തിന്റെ ഒരു പ്രത്യേകത, ദൈവം തന്റെ ജനത്തെ മടക്കി വരുത്തുമെന്നും ദൈവം അവരോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ തിരുവചനപ്രകാരം എന്തു ചെയ്യും, അത് നിവർത്തിക്കുമെന്നും നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. ദൈവജനത്തിന്റെ പ്രവാസകാലത്തിനൊരു അതിരുണ്ടെന്നും അവരെ ദൈവം മടക്കി വരുത്തുമെന്നും തിരുവചനത്തിൽ കൂടി വാഗ്ദത്തങ്ങൾക്ക് പ്രാധാന്യത നൽകുന്ന ഒരു ഗ്രന്ഥമായി ദാനിയേൽ പ്രവചനം നിലനിൽക്കുകയും ചെയ്യുകയാണ്. അതിനകത്തൊരു ആത്മീയ സന്ദേശം ഞാൻ പറയാം. നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത് എന്നും ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ വിടുതലിന് എന്നും പ്രചോദനം തിരുവചനമായിരിക്കട്ടെ. വചനത്തിൽ അങ്ങനെ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ 70 എന്ന് പറഞ്ഞാൽ 71 ആകത്തില്ല, 70 എന്ന് പറഞ്ഞാൽ 69 ആകത്തില്ല. ദൈവം അത് ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തിരുവചനപ്രകാരം ദൈവം നമുക്ക് തന്ന വിടുതലുകൾക്കായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ട്.
ഹല്ലേലൂയ. ഏഴാമത്തെ പ്രത്യേകത, സാർ ആറാമത്തെ ഒന്നുകൂടെ ഒന്ന് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു. പറയാം. ദൈവജനത്തിന്റെ വാഗ്ദത്തങ്ങളുടെ നിവൃത്തി. ദൈവജനത്തിന്റെ വാഗ്ദത്തങ്ങളുടെ നിവൃത്തി തിരുവചനപ്രകാരം തന്നെയെന്ന് ദാനിയേൽ പ്രവചനം പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണേ ഈ വാക്യങ്ങളൂടെ വേണേ എഴുതി വെക്കാം. യെരമ്യാവ് 25:11 മുതൽ 16 വരെ, യെരമ്യാവ് 29:10 മുതൽ 14 വരെ. വേണേ ബ്രാക്കറ്റിൽ വേണേ ഒന്ന് എഴുതി വെച്ചു. നമ്മുടെ വിടുതലിന് എന്നും പ്രചോദനം തിരുവചനമാണ്. അത് ബ്രാക്കറ്റിൽ വേണേ എഴുതി വെച്ചു. നമ്മുടെ വിടുതലിന് എന്നും പ്രചോദനം ദൈവവചനമാണ്. ഏഴാമത്തെ സംഭവം, ദാനിയേലിനെ എങ്ങനെ അറിയപ്പെട്ടിരുന്നേ? ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചായിരുന്നു, മറക്കല്ലേ. ഏറ്റവും പ്രിയ പുരുഷൻ. ദാനിയേൽ 10:11 വായിച്ചേ. ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ മതി. ശ്രദ്ധിച്ച്. ഏറ്റവും പ്രിയ പുരുഷനായതാണ്. അന്നേരം വേദപുസ്തകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ദാനിയേൽ ഉണ്ടായിരുന്നത്. ആരുടെ കൂട്ടത്തിലാണ് ദാനിയേൽ ഉണ്ടായിരുന്നത്? ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ. അതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത. മനസ്സിലായോ? ഈ തിരുവചനം പഠിക്കുമ്പോൾ എനിക്കിവിടെ ലേണേഴ്സിനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരുടെ കൂട്ടത്തിലാണ്? നിങ്ങൾ കൂട്ടുകാരുടെ കൂട്ടത്തിലാണോ? ബന്ധുമിത്രാദിയുടെ കൂട്ടത്തിലാണോ? രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൂട്ടത്തിലാണോ? അതോ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ? ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരുടെ. ധൈര്യമായിട്ട് എല്ലാവർക്കും ഒന്ന് നെഞ്ചത്തോ കൈവച്ചിട്ടൊന്ന് പറയാമോ, ഞാൻ എന്റെ ദൈവത്തിന്റെ പ്രിയ മകനാണ്? ദൈവത്തിന്റെ പ്രിയ മകളാണ്. സ്നാനപ്പെട്ടിട്ട് ഇന്ന് വരെയും പറയാത്ത ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇന്നേലും ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ പ്രിയ മകനാണ്, പ്രിയ മകളാണ്. ദൈവം നമ്മളെ ഒന്ന് കാണട്ടെ. ജീസസ്. ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത, ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ നടന്നൊരു സംഭവമാണ്. എന്തുവാണ് ദാനിയേൽ പ്രവചനം 5-ലെ സംഭവം? 1000 അല്ലല്ലോ, അതൊക്കെ 3-ാം അധ്യായത്തിലാണ്. 1000 മഹത്തുക്കൾക്ക് ബെൽസസ്സർ രാജാവ് ഒരു വിരുന്നൊരുക്കിയൊരു സംഭവമാണ്. ഓർക്കുന്നുണ്ടോ? അത് ചില ചിന്തിക്കുകയാണ്, ഞങ്ങൾ അന്ന് ജനിച്ചിട്ട് പോലും ഇല്ല, ഞങ്ങളവിടെ പോയിട്ടില്ല, പിന്നെ എങ്ങനെ ഓർക്കാനാ? ഞാൻ ചോദിച്ചതിന്റെ ഉദ്ദേശം അത് വായിച്ചിട്ടുണ്ടോന്നാ. 1000 മഹത്തുക്കൾക്ക് വിരുന്നൊരുക്കി.
മഹത്തുക്കൾ എന്നൊക്കെ പറയുമ്പോൾ ആ രാജ്യത്തിലെ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാർക്ക്, ആഭ്യന്തര വകുപ്പിലുള്ള ടോപ്പുള്ള ആൾക്കാരെ വിളിച്ചു, വിദ്യാഭ്യാസ വകുപ്പിന്റെ മേധാവികളെ വിളിച്ചു, കുറച്ച് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പറ, വാർത്താ വിനിമയ വകുപ്പിന്റെ മേധാവികളെ വിളിച്ചു. അങ്ങനെ 1000 പേർ. ആരാ വിളിച്ചത്? ഒരു വലിയ ബാങ്കറ്റ് നടക്കുക, വലിയ ഫീസ്റ്റ് നടക്കുക. ബെൽസസ്സർ രാജാവ് വിളിച്ചത്. പോയേ ഒക്കത്തു. അന്ന് അവിടെ സംഭവിച്ച വിഷയം എന്ന് പറഞ്ഞാൽ, അവിടുത്തെ പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് അറിയാമോ? ആ വിരുന്നിനെ അലങ്കാരമാക്കി തീർക്കുന്നത് മദ്യപാനമായിരുന്നു. അതാണ് അവിടുത്തെ പ്രത്യേകത, അല്ലേ? ഈ ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ ടിവിയിലൊരു 24 ന്യൂസിനകത്തൊരു ചർച്ച ഞാൻ കണ്ടു. എന്നാൽ ഈ മദ്യപാനത്തിനെതിരെയൊക്കെ സമരം ചെയ്യുന്ന ചില സഭാ നേതാക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അന്നേരം ഇതിന്റെ ആങ്കർ ആയിരിക്കുന്ന ആള് ചോദിച്ചു, മദ്യം സർപ്പം പോലെ കൊത്തുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ പള്ളികളിൽ മദ്യപിക്കാൻ പാടില്ലെന്നൊരു നിയമം പാസ്സാക്കാത്ത തന്നെ? അങ്ങനെ പാസ്സാക്കുന്നതല്ലേ നല്ലത്, അല്ലാതെ ഇങ്ങനെ ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്തിട്ട് കാര്യം എന്ന് ചോദിച്ചു. പുള്ളിക്ക് മറുപടി പറയാൻ ഇല്ലാതായി. അങ്ങനെ പാസ്സാക്കത്തില്ല. പാസ്സാക്കിയ പിന്നെ ആ പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല. ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ കള്ള് തീരുന്നത് ക്രിസ്ത്യാനികളെ കൊണ്ടാണ്, പെന്തക്കോസുകാരെ കൊണ്ടല്ല കേട്ടോ. അത് ഓർത്തോണം. നാമധേയ ക്രിസ്ത്യാനികളെ കൊണ്ട്. ഓക്കെ. ഈ ബെൽസസ്സർ രാജാവ് അന്ന് 1000 പേരുടെ മുമ്പിൽ വെച്ച് മദ്യപിച്ച്, അദ്ദേഹം ഏറ്റവും വലിയ വലിയ ആള് തന്നെയാണ്, കൂടുതലും ചെയ്യുന്നത്. അങ്ങനെ മദ്യം ഉള്ളിൽ ചെന്നപ്പം പെട്ടെന്നൊരു ചിന്ത, എടാ എന്റെ വല്യപ്പൻ എരുസലേമിൽ നിന്ന് കൊണ്ടുവന്ന പൊൻവെള്ളി പാത്രങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് ഒരു ആത്മീയ ദൂതോട് പറഞ്ഞു നിർത്താം. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വെച്ചിരുന്ന പൊൻവെള്ളി പാത്രമാണത്. അത് നെബൂഖദ്നേസർ രാജാവ് എന്ത് ചെയ്തു? അത് യെരൂശലേം ദേവാലയം നശിപ്പിച്ച്, അത് വിലപിടിപ്പുള്ളതായോണ്ട് അത് ബാബിലോണിലേക്ക് കൊണ്ടു. അത് കൊച്ചുമകൻ നെബൂഖദ്നേസർ രാജാവിന്റെ കൊച്ചുമകനാ ബെൽസസ്സർ കേട്ടോ. അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ ഭൃത്യന്മാരോട് അത് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. അതിനകത്ത് ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന അതിനകത്ത് മദ്യം ഒഴിച്ചു. എന്നിട്ട് കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും മരം കൊണ്ടും ഒക്കെ നിർമ്മിച്ച ദേവീദേവന്മാരുടെ മുമ്പിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ദൈവത്തിന്റെ കരം ആ കൊട്ടാരത്തിന്റെ ഭിത്തിയിൽ വന്നു. കൈപ്പത്തി മാത്രമേ വന്നുള്ളൂ. കൈയുമില്ല, കാലുമില്ല, ഉടലുമില്ല, തലയില്ല, ഒന്നുമില്ല. ഒരു കൈപ്പത്തി വന്നിട്ട് ഇങ്ങനെ കൊട്ടാരത്തിന്റെ ഭിത്തിയിൽ എഴുതുകയാണ്, മെനെ മെനെ തെക്ക് ഊർഫസി. അവിടെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ ആർക്കും അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ, പെർമിഷൻ ഇല്ലാതെ ഒന്നും വരാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടേ വരാനൊക്കത്തുള്ളൂ. എന്നാൽ എന്റെ ദൈവത്തിന് കൊട്ടാരത്തിനകത്ത് പോലും ആരുടെയും അനുവാദമില്ലാതെ ഏത് സമയത്തും വരാൻ കഴിയും എന്നോർത്തോണം.
ദൈവത്തിന് നമ്മുടെ അടുക്ക വരാൻ, നമ്മുടെ വീട്ടിൽ വരാൻ, നമ്മുടെ സ്ഥാപനത്തിൽ വരാൻ, നമ്മുടെ ചർച്ചിൽ വരാൻ ആരുടെയും പെർമിഷൻ വേണ്ട. അതാണ് ദൈവത്തിന്റെ പരമാധികാരം എന്ന് പറയുന്നത്. ദാനിയേൽ പ്രവചനത്തിന്റെ പ്രത്യേകത അതാണ്, ദൈവത്തിന്റെ പരമാധികാരം. അങ്ങനെ ആ വാക്കുകൾ ഒന്ന് നോക്കി, എത്ര വാക്കുകളുണ്ട്? മെനെ, മെനെ, തെക്കേൽ, ഊഫസി. എത്ര വാക്കുകളുണ്ട്? എണ്ണി മെനെ മെനെ എന്ന് പറഞ്ഞ ഒരു വാക്ക് തന്നെയല്ലേ? മെനെ മെനെ തെക്കേൽ ഊർഫസി എന്നുള്ളതിന് എത്ര വാക്കുണ്ട്? ഈ വാക്കെന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? 3 ആ, 3. പിന്നെ ഇതിപ്പോ കയ്യിലൊക്കെ എണ്ണി കൂട്ടിയിട്ടാണ് ഈ പറയുന്നത്. മെനെ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് ഒരു വാക്ക് തന്നെയാണ്. 3 വാക്ക്. ഇനി അത് 4 വാക്ക് വേണമെങ്കിൽ നിങ്ങൾ 4 വാക്കങ്ങ് എടുത്തു. എനിക്ക് പറയാൻ പിണക്കൊന്നുമില്ല. രണ്ടും മെനെ മെനെ രണ്ടും ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിന് 26 മുതൽ 28 വരെയുള്ള 25 5-ന് 25 ആ കൈയെഴുത്ത് അവിടെ കാണുന്നത് അല്ലേ? വായിച്ചേ, 5-ന് 25 വായിച്ചേ. എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേൽ ഉഫർസീൻ. കാര്യത്തിന്റെ അർത്ഥമാവിത്. മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ ഉലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെരേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാസികൾക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബേൽശസ്സറിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ ധൂമ്രവസ്ത്രവും കഴുത്തിൽ നോക്കിക്കേ, കേവലം എല്ലാരും ഇവിടെ ശ്രദ്ധിക്കണേ. ഈ ക്ലാസ്സിനിടയ്ക്ക് വേറെ ഒരു ബിസിനസ് നിങ്ങൾ പോകല്ലേ. ഈ കേവലം 3 വാക്കുകൾ അല്ലെങ്കിൽ 4 വാക്കുകൾ, ഒരു വാക്കിന്റെ ആവർത്തനമാണ് മെനെ മെനെ. ഇതിന്റെ അർത്ഥം നിങ്ങളൊന്ന് നോക്കിക്കേ, എന്തുമാത്രം വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. ആ 4 വാക്കിന്റെ വിശദീകരണങ്ങൾ വളരെ വലുതല്ലേ? ഈ 4 വാക്കുകളും നീ ചിന്തിച്ചു നോക്കിക്കേ. ഇത് ദൈവം എഴുതിപ്പിച്ച ഭാഷയല്ലേ? ഇത് ദൈവത്തിൻ്റെതല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയാം, ഇത് ഒരർത്ഥത്തിൽ ഒരു അന്യഭാഷയാണ്. പ്രീഡിയോ എന്ന് പറഞ്ഞ പോലെ ഇനി ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 25-ാം വാക്യം അന്യഭാഷ പറയാത്തൊരു ഇത് പറഞ്ഞു നടക്കാൻ ഞാൻ പറഞ്ഞില്ല. മനസ്സിലായോ? ഇത് ബാബിലോണിലുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പിനും അറിയാത്ത ഭാഷയാണിത്. അവർക്ക് ആർക്കും ഇത് വായിക്കാനോ പറയാനോ കഴിഞ്ഞില്ല. അതിനകത്തൊരു ദൂത് ഞാൻ പറയാം. നിങ്ങൾക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോ 2 വാക്കോ 3 വാക്കോ 4 വാക്കോ ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. ഈ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആത്മീയർക്ക് മാത്രമേ ഒക്കത്തു. ഒരിക്കലും പ്രാകൃതന്മാർക്കോ ജഡികന്മാർക്കോ ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കുകയില്ല. കാരണം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ചെറിയ ചെറിയ വാക്കുകളുടെയൊക്കെ അർത്ഥം ഭയങ്കര വലിപ്പമുള്ളതാണെന്നും അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഒത്തിരി ഉള്ളതാണെന്നുള്ളതും നമ്മൾ മറക്കല്ലേ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ ദൈവത്തോട് സംസാരിക്കുന്നു, തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു, ആരും തിരിച്ചറിയുന്നില്ല. മനസ്സിലായോ? അന്നേരം ഞാൻ 2 വാക്കേ പറയുന്നുള്ളല്ലോ. അദ്ദേഹം ചില ചോദിക്കോ അവരെന്നും 2 വാക്ക് മതിയെന്ന്. അതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ കിടപ്പുണ്ട്. സ്തോത്രം. ഈ പറയുന്ന പുള്ളിക്ക് ഒരു വാക്ക് പോലും കിട്ടിയില്ലെന്നുള്ളതാണ് വേറെ വിഷയം. എന്തെങ്കിലും ആയിക്കൊള്ളണ്ടേ. സ്തോത്രം. അന്നേരം ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള ഇത് വേണം. പക്ഷെ ഈ കാര്യം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഈ കാര്യം, ഈ വെളിപ്പാട്, ഈ വാക്കുകൾ വായിക്കാൻ കഴിവുള്ളത് ബാബിലോണിൽ ഒറ്റയാൾക്ക് മാത്രമേ ഉള്ളായിരുന്നു. ആർക്കത് പറയാമോ? ദൈവിക എഴുത്ത് വായിക്കാൻ ബാബിലോണിൽ ഒരുവൻ മാത്രമേ ഉണ്ടായിരുന്നു.
അത് ദാനിയേൽ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഏറ്റവും പ്രിയ പുരുഷനായി നിന്നുള്ള ഗുണം എന്നാണെന്നറിയാം? സ്വർഗീയ കാര്യങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് കിട്ടും. അന്യഭാഷ വ്യാഖ്യാനിക്കുന്ന എത്ര ദൈവാസന്മാരുണ്ടെന്നറിയാമോ? ഇപ്പോഴുള്ള പഴയ കാലങ്ങളൊക്കെ ഉണ്ട്. അന്യഭാഷയിൽ പറയുന്ന കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാക്കത്തക്ക നിലകളിൽ അവരുടെ പ്രാദേശിക ഭാഷയിൽ ആക്കി കൊടുക്കുന്ന വ്യാഖ്യാനികളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അന്നേരം ദൈവിക എഴുത്ത് വായിക്കാൻ ബാബിലോണിൽ ഒരുവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ പ്രവചന ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മനസ്സിലായോ? ഒരു 8 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അന്നേരം ദാനിയേൽ പ്രവചനത്തെ കുറിച്ച് ഇത്രയും പറഞ്ഞപ്പോ ദാനിയേൽ വെളിപ്പാട് വന്നാണല്ലോ. വെളിപ്പാടിനെ കുറിച്ചൊന്നും പറഞ്ഞ് എന്തോ 8ാമത്തെ പറഞ്ഞല്ലോ ഞാൻ. അല്ലാതെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. ഓക്കെ. ദൈവിക എഴുത്ത് വായിക്കാൻ ബാബിലോണിൽ ദാനിയേൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ പുസ്തകത്തിന്റെ പ്രത്യേകതയാണ്. ദാനിയേൽ 5:25 മുതൽ 28 വരെ എഴുതി വയ്ക്കും. ഇത്രയും കാര്യം ദാനിയേലിന്റെ പുസ്തകത്തെ കുറിച്ച് 5-ന്റെ 25 25 മുതൽ 26 വരെ പോകും. 25, 26, 28 വരെ എന്നല്ലേ ഞാൻ പറഞ്ഞേ? 28 വരെ. ഓക്കെ. ഇനിയും സാറേ 4ാമത്തെ പോയിന്റ് ഒന്നുകൂടെ ഒന്ന് പറയാമോ സാറേ? യേശു മസിഹായി വരുമെന്ന് ആദ്യമായി പ്രസ്താവിച്ച ദാനിയേൽ പുസ്തകം. യേശു മസിഹയായി വരുമെന്ന്. അത് നിങ്ങൾ രാജസ്ഥാനിലുള്ളവർ തമ്മിൽ അങ്ങ് തീർത്താൽ മതി കാര്യങ്ങൾ. ഗുഡ്. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചൊരു ചെറിയൊരു അവലോകനം അതുകൂടെ കഴിഞ്ഞ് നമുക്ക് ഈ ക്ലാസ് നിർത്താം. വെളിപ്പാടെന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? ഗ്രീക്കിൽ അപ്പോകാലിപ്സിസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മറ നീക്കി കാണിക്കുക. ദാനിയേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ കണ്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? സീൽ ചെയ്തോളാൻ പറഞ്ഞു. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലനോട് ദൈവം പറഞ്ഞു, നീ കണ്ടതെല്ലാം എഴുതി സഭകൾക്ക് കൊടുക്കാൻ പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളുള്ള ഒരു പ്രവചന ഗ്രന്ഥമാണ്. വെളിപ്പാട് പുസ്തകത്തെ നമുക്ക് 3ആയിട്ട് തരം തിരിച്ചു പഠിക്കണം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം നിങ്ങളൊന്ന് എടുക്കാമോ? അതിന്റെ 19ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലം കൈയിൽ കണ്ടു. 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 മതി. അന്നേരം വെളിപ്പാട് പുസ്തകം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഇതാണ് അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. കാരണം വെളിപ്പാട് പുസ്തകം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് 3 കാര്യങ്ങളേ ഉള്ളൂ. യോഹന്നാൻ കണ്ടതായ കാര്യങ്ങൾ, പത്മോസ് ദ്വീപിൽ കിടന്ന യോഹന്നാൻ കണ്ടതായ കാര്യം. രണ്ടാമത് ഇപ്പോഴുള്ളതായ കാര്യങ്ങൾ.
മൂന്നാമത് മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ. The things which you have seen, the things which are at present, the things which are going to happen. നേരം യോഹന്നാൻ കണ്ടതായ കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. ഇപ്പോഴുള്ളതായ കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. ഇനി അതുകൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. എന്താണ് യോഹന്നാൻ കണ്ടത്? യോഹന്നാൻ കണ്ടത് യേശുക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട ശരീരമാകട്ടെ, ഗ്ലോറിഫൈഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. രണ്ട്, അതിനോട് ചേർന്ന് യോഹന്നാൻ കാണുന്നത് പുതിയ നിയമസഭയാണ്. യോഹന്നാൻ കണ്ടത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയും പുതിയ നിയമസഭയാണ് കണ്ടത്. രണ്ടാമത് ഇപ്പോഴുള്ളത് സഭാകാലഘട്ടം. പുതിയ നിയമസഭയുടെ കാലഘട്ടത്തെ കുറിച്ച് യോഹന്നാന് ദൈവം വെളിപ്പാട് കൊടുത്തു. അല്ലെങ്കിൽ പുതിയ നിയമസഭ. മൂന്നാമത് മേലാൽ സംഭവിപ്പാനുള്ളത്. എന്താണ് മേലാൽ സംഭവിപ്പാനുള്ളത്? കർത്താവിന്റെ വരവ്, എതിർ ക്രിസ്തുവിന്റെ ഭരണം, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത, ഹർമഗദോൻ യുദ്ധം, 1000 ആണ്ട് വാഴ്ച, ഗോഗുമാഗോഗ് യുദ്ധം, അന്ത്യന്യായവിധി, നിത്യത. ഇതൊക്കെയാണ് സംഭവിക്കാനുള്ളത്. അതൊക്കെ നമ്മൾ പഠിക്കുന്നു. ദൈവം അനുസരിച്ച് നമുക്ക് പഠിക്കണം. അന്നേരം വെളിപ്പാട് പുസ്തകം വളരെ അനേക മുത്തുകളാൽ നിറയപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മുടെ പ്രത്യാശ വിഷയമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം ഇല്ലെങ്കിൽ നമ്മുടെ നിത്യതയെക്കുറിച്ച് നമുക്ക് വേണ്ട അറിവുകളൊന്നും ലഭിക്കുകയില്ല. ദൈവം സഹായിക്കട്ടെ. എനിക്ക് ചർച്ച ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്.